അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ രണ്ടാമത്തെ സെഷനിലേക്ക് നമുക്ക് നമ്മളുടെ ശ്രദ്ധ തിരിക്കാം. നമ്മൾ വായിച്ച അതേ അധ്യായത്തിൽ തന്നെ 10-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ നമുക്ക് ഇന്ന് ശ്രദ്ധിക്കാം. 1 Corinthians 1:10-13. ഈ ഭാഗത്ത് 5 വ്യത്യസ്ത തലക്കെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒന്നാമത്തെ ടൈറ്റിൽ നമുക്കിങ്ങനെ ശ്രദ്ധിക്കാം: ഹൗ ഡസ് പോൾ മേക്ക് ഹിസ് അപ്പീൽ. 10-ാമത്തെ വാക്യത്തിൽ ഒരു അപേക്ഷ നമ്മൾ കാണുന്നുണ്ട്. ആ അപേക്ഷ പൗലോസ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ടതാണ്. 4-ാമത്തെ വാക്യം മുതൽ 9-ാമത്തെ വാക്യം വരെ ഒരിക്കലും തർക്കിക്കാൻ കഴിയാത്ത ഒരു വസ്തുത പൗലോസ് 3 തവണ പറഞ്ഞു. യേശു കർത്താവാണെന്നുള്ള വസ്തുത പൗലോസ് 3 തവണ പറഞ്ഞു കഴിഞ്ഞു. 10-ാമത്തെ വാക്യത്തിൽ പിന്നെയും യേശു കർത്താവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഈ കാര്യം പിന്നെയും താൻ പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ ഈസ് ഹി സേയിങ് ദിസ് ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് അഗൈൻ? ഇവിടെ താനിത് പറയുമ്പോൾ താൻ ഇനി പറയാൻ പോകുന്ന ഒരു അപേക്ഷയോട് ചേർത്ത് വെച്ചാണ് ഈ ഒരു കർത്തൃത്വം താൻ പറയുന്നത്. യേശു ആരാണെന്നുള്ളത് ഇവർക്ക് തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ഇവരുടെ കണ്ണു തുറന്നു. അങ്ങനെ കണ്ണു തുറന്നത് കൊണ്ട് പൗലോസിൻ്റെ ഒരു അപേക്ഷ ഇവർ കേൾക്കുമ്പോൾ അവർ യേശുവിനെ കൺസിഡർ ചെയ്യണം. സോ വാട്ട് ഇസ് ദ അപ്പീൽ? ദാറ്റ്സ് എ സെക്കൻഡ് തിങ്. ഇവിടെ പൗലോസിൻ്റെ അപേക്ഷ എന്താണ്? 10-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ യേശുവിൻ്റെ കർത്തൃത്വം മനസ്സിൽ വെച്ചുകൊണ്ട് പൗലോസ് ഒരു അപേക്ഷ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും തമ്മിൽ ഒത്തുപോകണം, ഐക്യത്തിലായിരിക്കണം. അപ്പോൾ ക്രിസ്തു കർത്താവായിരിക്കുന്ന ദൈവസഭയായ ഈ സഭ, അതായത് കൊരിന്തിലെ ഈ സഭയിൽ യേശു ആണ് കർത്താവ്. അങ്ങനെ യേശു കർത്താവായിരിക്കുന്ന ഈ കൊരിന്ത് സഭയിൽ ഇവരെല്ലാവരും അംഗങ്ങളാണെങ്കിൽ അവർക്ക് തമ്മിൽ ഭിന്നത ഉണ്ടാകരുത്. ഒരു മനപ്പെട്ട് ഒരേ രീതിയിൽ ചിന്തിക്കണം. ഇവർ എപ്രകാരം പിതാവും പുത്രനും പെർഫെക്റ്റ് യൂണിറ്റിയിൽ, പെർഫെക്റ്റ് ഹാർമണിയിൽ ഒരുമിച്ച് നിൽക്കുന്നോ അതേ യൂണിറ്റി ഇവരും പാലിക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തിലാണ് അവരുടെ അഗ്രിമെൻ്റ് ഉണ്ടാവേണ്ടത്? അപ്പോൾ നിങ്ങൾ തമ്മിൽ യോജിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അവർ അഗ്രിമെൻ്റ് ഉണ്ടാവേണ്ടത്? അത് നമുക്ക് 11-12 വാക്യങ്ങളിൽ കാണാം. ഞാനത് നിങ്ങളെ കൊണ്ടിപ്പോൾ വായിപ്പിച്ചിട്ട് പിന്നീട് നമുക്കത് കുറച്ചുകൂടെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. ഓക്കെ, ഇവിടെയുള്ള ആദ്യത്തെ ലെസൺ ഇതാണ്. ഒരു ജനത യേശുവിൻ്റേതാണെന്നുള്ളതിൻ്റെ തെളിവ് കേവലം യേശുവിൻ്റെ കർത്തൃത്വം വാഗൊണ്ട് ഏറ്റു പറയുന്നതിൽ മാത്രമല്ല. ഓക്കെ, ടു ബി or to show that you are of Christ, a verbal confession is not just enough. Or to be under his lordship, not just a verbal confession is enough. It's also seen in the willingness to have the same mind and judgment alongside others in the church who verbally confess Jesus as their Lord. ഞാൻ വാഗൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് മാത്രം ഇതൊരു യാഥാർത്ഥ്യമാകുന്നില്ല. ഈ യാഥാർത്ഥ്യം ശരിയായിട്ട് മറ്റുള്ളവർക്ക് ബോധ്യമാകണമെങ്കിൽ ഇതേ കർത്താവിനെ ഏറ്റു പറയുന്ന മറ്റുള്ളവരോട് ഞാൻ ഐക്യത്തിലായിരിക്കണം, ഒരു ഉള്ള ഒരാളായിരിക്കണം. അതായത് കാതലായ വിഷയങ്ങളിൽ ഒറ്റ അഭിപ്രായം മാത്രമേ ദൈവസഭയിൽ പാടുള്ളൂ. അതിൽ ഭിന്നത പറ്റത്തില്ല. ജീസസ് ദ ലോർഡ് ഡിമാൻഡ്സ് ഇറ്റ് ഫ്രം ദോസ് ഹു പ്രൊഫസ് ഇറ്റ്. യേശുവിനെ കർത്താവായിട്ട് ഏറ്റു പറയുന്ന വ്യക്തികളിൽ നിന്നെല്ലാം ഈ ഐക്യം യേശു ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ യാതൊരു തർക്കവും ഇല്ല. സി, ദ കറക്റ്റ്നെസ് ഓഫ് അവർ ഡിനോമിനേഷൻ ആൻഡ് അവർ തിയോളജി ഡസൻറ്റ് മാറ്റർ വെൻ വി ആസ് ബിലീവേഴ്സ് ഡോണ്ട് മിറർ ദ യൂണിറ്റി ദാറ്റ് ദ ട്രൈയൂൺ ഗോഡ് ഹാസ്. തൃത്വത്തിൽ നമ്മളൊരു ഐക്യം കാണുന്നുണ്ട്. ആ ഐക്യത്തിൽ
ഉള്ള ഒരു മാതൃക, അത് നമ്മൾ കാണിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ ഏത് നല്ല സഭയിലാണെന്ന് പറഞ്ഞാലും അതൊരു വിഷയമല്ല. ഞാനിപ്പോൾ ഒരു ബ്രദറൻ സഭയുടെ ഒരു അംഗമാണെന്ന് പറയുകയും കാതലായ വിഷയങ്ങളിൽ, ബൈബിൾ വ്യക്തമായിട്ട് പറയുന്ന വിഷയങ്ങളിൽ ഒരു കൂട്ടു സഹോദരനോട് ഐക്യമില്ലാതിരുന്നാൽ എൻ്റെ വെർബൽ പ്രൊഫഷനിൽ യാതൊരു കഴമ്പുമില്ല. I will touch upon another lesson regarding this point later in the sermon. ഇതിനെപ്പറ്റി ഞാൻ മറ്റൊരു ഭാഗത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് ഈ ഒരു അപേക്ഷ ചെയ്യുന്നത്? സോ വാട്ട് വാസ് ദ പ്രോബ്ലം ബിക്കോസ് ഓഫ് വിച്ച് ദ അപ്പീൽ വാസ് മെയ്ഡ്? ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ക്ലോയയുടെ ആൾക്കാർ പൗലോസിനോട് വാമൊഴിയായിട്ടൊരു കാര്യം പറഞ്ഞു. ഇവർ തമ്മിൽ എന്താണുള്ളത്? 11ാമത്തെ വാക്യത്തിൽ പിണക്കമുണ്ട്. അപ്പോൾ ഇത് കേവലം ഡിസഗ്രിമെൻ്റ് അല്ല, അതായത് അഭിപ്രായ വിയോജിപ്പല്ല ഇവിടെ നമ്മൾ വായിക്കേണ്ടത്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ഡിസഗ്രിമെൻറ്റ്. വാട്ട് വിത്ത് ക്വാറലിംഗ്, വഴക്കാണ്. ഈ സഭയിലുള്ള എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കൂട്ടം പറയുന്നു, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ. ഇപ്പോൾ പൗലോസ് ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ മിഷണറി, ഇങ്ങോട്ട് വന്ന ആദ്യത്തെ മിഷണറി. അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ ഇദ്ദേഹത്താൽ സ്നാനമേറ്റ് സഭയിലറിയുന്നവരുണ്ട്. അവർ പൗലോസിൻ്റെ കൂട്ടത്തിൽ പോയി, അല്ലെങ്കിൽ പൗലോസിൻ്റെ ഫാനായിട്ട് മാറി. രണ്ടാമത്തെ കൂട്ടർ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരായി. അപ്പൊല്ലോസ് നമുക്കറിയാം, പഴയ നിയമ തിരുവെഴുത്തിൽ വളരെ പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പൊല്ലോസ് വളരെ വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയാണ്. കൊരിന്ത്യ പട്ടണം മൊത്തത്തിൽ നോക്കിയാൽ വാക്ചാതുര്യമുള്ളവരെ വളരെ ഫേവർ ചെയ്ത ഒരു പട്ടണമാണ് കൊരിന്ത്. അപ്പോൾ പൗലോസ് എഫെസസിലേക്ക് പോയപ്പോൾ അപ്പൊല്ലോസ് ഇവിടെ ശുശ്രൂഷ ചെയ്തു. അപ്പൊല്ലോസും ചിലവരെ സ്നാനപ്പെടുത്തി. അങ്ങനെ ചിലർ അപ്പൊല്ലോസിൻ്റെ ഫാൻസായി മാറി. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട് 12ാമത്തെ വാക്യത്തിൽ, കേഫാവിൻ്റെ പക്ഷക്കാർ. കേഫാവ് പത്രോസാണല്ലോ. പത്രോസും ഭാര്യയും വല്ലപ്പോഴും കൊരിന്തിൽ വന്നും പോയിരിക്കുന്ന ശുശ്രൂഷക്കാരായിരുന്നു. പൗലോസിനെ അപേക്ഷിച്ച് പത്രോസിന് വാക്ചാതുര്യമുണ്ട്. പത്രോസും ചില വ്യക്തികളെ ഇവിടെ സ്നാനപ്പെടുത്തി. അങ്ങനെ ചിലർ പത്രോസിൻ്റെ ഫാൻസായി മാറി. അപ്പോൾ ഈ 12ാമത്തെ വാക്യത്തിൽ 4ാമത്തെ കൂട്ടരുണ്ട്, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ. അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മൾ സുവിശേഷങ്ങളിൽ നോക്കുമ്പോൾ ക്രിസ്തു തനിക്ക് ചുറ്റുമുള്ളവരോട് പലതവണ ഇൻവിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻവിറ്റേഷൻ എന്താണ്? ഫോളോ മീ. ക്രിസ്തു തൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരോട് പറഞ്ഞത് എന്താ? ഫോളോ മീ, മരണം വരെ എന്നെ പിൻപറ്റുക എന്നുള്ളത്. ഇപ്പോൾ ആ രീതിയിലുള്ള ഒരു ഫോളോയിങ് ആർക്ക് പോകുന്നു? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുടെ പിറകെ പോകുന്നു. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് മാത്രം ഉണ്ടാവേണ്ട ലോയൽറ്റി ഇപ്പോൾ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരുടെ അടുത്തേക്ക് മാറിപ്പോയി. ക്രിസ്തു ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലായി. ഇപ്പോൾ പ്രാസംഗികരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്രിസ്തു. ഈ സഭ ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴെയാണ്. പക്ഷേ ഈ സഭയുടെ ഫോക്കസ് ഇതിൻ്റെ കർത്താവിൻ്റെ അടുത്ത് അല്ല. ഈ കർത്താവിനെ പ്രസംഗിക്കുന്നവരുടെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് വെൻ യു സീ ദിസ്, when you see this phrase, I follow X or I follow Y, ഞാൻ ഇന്നയാളുടെ പക്ഷക്കാരൻ, ആ ആളുടെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ, this is not just a mere fascination for a particular preacher. ഒരു പ്രത്യേക പ്രാസംഗികനോടുള്ള ബന്ധത്തിലുള്ളൊരു ആദരവ് മാത്രമല്ല നമ്മൾ ഈ കാണുന്നത്. They identify themselves on the basis of the one who baptized them or preached eloquently. വാക്ചാതുര്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ ആരാണ് അവരെ സ്നാനപ്പെടുത്തിയതെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലോ ആണ് അവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെ അങ്ങ് പൊക്കി വെച്ച് ഇവർക്കൊരു തെറ്റും പറ്റത്തില്ല എന്ന രീതിയിൽ. അതായത് പൗലോസിൻ്റെ പക്ഷക്കാർ പറയുന്നത് പൗലോസിന് ഒരിക്കലും തെറ്റ് പറ്റാറില്ല. അപ്പോലോസിൻ്റെ പക്ഷക്കാർ പറയും അപ്പോലോസിന് ഒരിക്കലും തെറ്റ് പറ്റാറില്ല. മറുവശത്ത് ചിലപ്പോൾ തെറ്റ് പറ്റുമായിരിക്കും. കണ്ടോ, ഫാൻസ് അസോസിയേഷൻ്റെ ഒരു ചിന്തയാണിത്. അപ്പോളോസ് ഫാൻസ് അസോസിയേഷൻ. സിനിമാ താരങ്ങൾക്ക് ഫാൻസ് ക്ലബ് ഉള്ളതുപോലെ ഇവിടെ പ്രാസംഗികർക്ക് ഫാൻസ് ക്ലബ് ഉണ്ടായി. അപ്പോൾ ഇതിന് രണ്ട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. ഒന്ന്, ഇവർ തമ്മിൽ എന്ത് ഇമോഷൻസ് ആണുള്ളത്. നമുക്ക് 3-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നോക്കിയേ.
ഇത് കേവലം ഒരു ഡിസഗ്രിമെൻ്റ് അല്ല, അഭിപ്രായ വ്യത്യാസമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് പിന്നെ ഇവർക്കിടയിൽ ഉണ്ടായത്. നോക്കിയേ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. ഈർഷ്യയും പിണക്കവും അതാണ് സഹോദരന്മാരുടെ ഇടയിൽ ഉളവാകുന്നത്. ക്രിസ്തുവിൽ ഒന്നാകേണ്ട ഈ വ്യക്തികൾ, അവരുടെ ഇടയിൽ ഇപ്പോൾ എന്തുണ്ട്? ഈർഷ്യയും പിണക്കവും മനുഷ്യരുടെ പേരിൽ. ഈർഷ്യ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതറിയോ? ഒരു കൂട്ടത്തിനേക്കാൾ മറ്റേ കൂട്ടത്തിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ, പൗലോസിൻ്റെ കൂട്ടത്തിനേക്കാൾ അപ്പൊലോസിൻ്റെ കൂട്ടത്തിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇവർ സഹിക്കുമോ? ഇല്ല. പിന്നെ എണ്ണം കൂടുന്നുണ്ട് പിണക്കം. അപ്പോൾ ഈ ഒരു ഈർഷ്യയുടെയും പിണക്കത്തിൻ്റെയും ഒരു പ്രവണത കൂടുതലും പൗലോസിൻ്റെ പക്ഷക്കാർക്ക്. കാരണം അവർക്ക് എണ്ണത്തിൽ ഗണ്യമായി കുറവുണ്ട്, വാക്ചാതുര്യം അത്ര പോരല്ലോ. പിന്നെ പിണക്കം വരുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു പ്രാസംഗികൻ്റെ ഫാൻസ് മറ്റേ പ്രാസംഗികനെ വിമർശിക്കുമ്പോൾ, അതായത് പൗലോസിൻ്റെ ഫാൻസ് അപ്പൊലോസിനെ വിമർശിക്കുമ്പോൾ അപ്പൊലോസിൻ്റെ ഫാൻസിന് പിണക്കം. ഇപ്പം ചിരി വരും. പക്ഷേ നമ്മളിത് കേൾക്കും, ഇതൊക്കെ ദൈവസഭയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ എന്നൊക്കെ നമ്മൾ ചിരി വരും. പക്ഷേ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നോക്കിക്കേ. സഹോദരന്മാരെ, ഇത് ഞാൻ നിങ്ങൾ നിമിത്തം എന്നെയും അപ്പൊല്ലോസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നതിനപ്പുറം ഞങ്ങളുടെ ദൃഷ്ടാന്തം കണ്ട് പഠിക്കേണ്ടതും ആരും ഒരുവിന് അനുകൂലമായും മറ്റൊരുവിന് പ്രതികൂലമായും ചീർത്തു പോകാതിരിക്കേണ്ടതിന് തന്നെ. ചീർപ്പ്, they got puffed up. അതാണ് ഇവിടെ നടന്നത്. ഇനി 4-ാമത്തെ ഒരു കൂട്ടർ നമ്മളിവിടെ കാണുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ. അപ്പോൾ നമ്മൾ വിചാരിക്കും, അറ്റ് ലാസ്റ്റ് ഇവിടെ സ്വബോധത്തോടെ ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇവരുടെ മനുഷ്യരുടെ ആരുടെയും പുറകെ പോകാതെ ക്രിസ്തുവിൻ്റെ പുറകെ മാത്രം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് ഇവരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അവിടെ നമുക്കൊരു തിരുത്തലുണ്ട്. Why do they say this? They don't say this because they do not love Jesus for who he is, but because they see the failure of other believers who are fighting with one another over these preachers. മനസ്സിലാവുന്നുണ്ടോ? ഇവർ യേശുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെന്ന് പറയുമ്പോൾ ഇവർ ക്രിസ്തുവിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിട്ടല്ല ഈ ഒരു പ്രസ്താവന പറയുന്നത്. മറിച്ച് മനുഷ്യരുടെ പേരിൽ വഴക്കിടുന്ന ആൾക്കാരെ കണ്ടിട്ട്, അവരുടെ പരാജയത്തെ കണ്ടിട്ട്, ഇനി നമുക്ക് ഒരു മാനുഷിക പ്രാസംഗികനും വേണ്ട, ഞങ്ങൾക്ക് നേരിട്ടുള്ള ബന്ധം മതി, ക്രിസ്തു മതി, വേറെ പ്രാസംഗികരൊന്നും മനുഷ്യരുടെ ഇടയിൽ വേണ്ട. മനുഷ്യൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇതൊക്കെ സംഭവിച്ചു, അതുകൊണ്ട് മനുഷ്യരെ വേണ്ട, ക്രിസ്തു മതി. അതാണ് മറ്റ് എക്സ്ട്രീം. So however, in the name of following Christ, what happens? Such people put themselves on a pedestal and find their identity there. ക്രിസ്തുവിനെ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ആരാണ് ശ്രേഷ്ഠൻ? അവർ തന്നെയാണ് ശ്രേഷ്ഠൻ. ക്രിസ്തുവിൻ്റെ പേര് അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്, പക്ഷേ ശ്രേഷ്ഠത അവർക്ക് തന്നെ. ബാക്കിയുള്ളവർ മറ്റ് പ്രാസംഗികരെ ശ്രേഷ്ഠന്മാരാക്കുമ്പോൾ ഇവർ ക്രിസ്തുവിൻ്റെ പേര് ഉപയോഗിച്ച് ഇവരെ തന്നെ ശ്രേഷ്ഠന്മാരാക്കുന്നു. They distance from the church that is known by Christ. ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സഭയിൽ നിന്നും അവരെ തന്നെ അകറ്റി നിർത്തുകയാണ്. Other groups were guilty of dividing the body of Christ. This group was dividing themselves from the body of Christ. മറ്റ് കൂട്ടർ ക്രിസ്തുവിൻ്റെ ശരീരത്തെ വിഭജിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവരെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും വിഭജിച്ച് മാറാൻ നോക്കുന്നവരാണ്. രണ്ടുപേരും ഒരുപോലെ അപകടകാരികളാണ്. ഇനി അടുത്ത ടൈറ്റിൽ, വാട്ട് ഈസ് ദ പ്രോബ്ലം വിത്ത് ദെയർ പ്രോബ്ലം? ഇവരുടെ പ്രശ്നത്തിൻ്റെ പ്രശ്നം എന്താണ്? ടു അഡ്രസ് ദെയർ പ്രോബ്ലം, പോൾ ആസ്ക്സ് 3 questions in 13th verse. 3 ചോദ്യങ്ങൾ 13ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്. ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? ഓക്കെ 3 ചോദ്യങ്ങൾ. ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടോ?
കൊരിന്ത്യൻ പട്ടണത്തിന് ഒറ്റ സഭയുള്ളൂ, ദൈവത്തിൻ്റെതായിട്ടുള്ള ഒറ്റ ദൈവസഭയുള്ളൂ. ക്രിസ്തുവിൻ്റേതാണെന്നുള്ളതിൻ്റെ സോൾ ഡെഫൈനിങ് മാർക്കർ എന്താണ്? ദ സാങ്ക്ടിഫിക്കേഷൻ ദാറ്റ് ജീസസ് പ്രൊവൈഡ്സ് ടു ഈച്ച് പേഴ്സൺ ബൈ വെർച്യൂ ഓഫ് ഫെയ്ത്ത് പ്ലേസ്ഡ് ബൈ ദ വർക്കിംഗ് ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയാൽ ഒരു വ്യക്തി യേശുവിൽ വിശ്വാസം അർപ്പിക്കുന്നതിലൂടെ ആ വ്യക്തിക്ക് യേശുവിൽ നിന്നും ശുദ്ധീകരണം പ്രാപിക്കുന്നുണ്ട്. അതാണ് അവരുടെ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ അടയാളം. ഇതൊറ്റ അടയാളമേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൂ പ്രീച്ച് ദ ഗോസ്പൽ ഓർ ഹൂ ബാപ്റ്റൈസ് ദം. അവർ ക്രിസ്ത്യാനികളായിട്ട് എണ്ണപ്പെടുന്നത് ക്രിസ്തുവിൽ നിന്നും അവർക്ക് ശുദ്ധീകരണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെ ലഭ്യമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ആരാണ് അവരെ സ്നാനപ്പെടുത്തിയത്, ആരാണ് അവരോട് സുവിശേഷം പറയുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. There cannot be any other group with God's church that is defined by mere men, no matter who they are. മറ്റ് മനുഷ്യരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സഭ, അതിപ്പോൾ ആരുടെയും പേരിലായിക്കോട്ടെ, അത് ക്രിസ്തുവിൻ്റെ സഭയോട് തുലനം ചെയ്ത് വെക്കുവാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, വാസ് പോൾ ക്രൂസിഫൈഡ് ഫോർ യു? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ വാട്ട് ഈസ് ഹി ഇൻറ്റൻഡിങ് ടു ആസ്ക്? Why do you attribute the cause of your salvation to human abilities and charisma? മനുഷ്യൻ്റെ കഴിവിൻ്റെയും കരിസ്മയുടെയും അടുത്ത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ രക്ഷയുടെ കാരണം കണ്ടെത്തുന്നത്? Why are you following me or others passionately as though we died for your salvation? ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്. ഞാനല്ലെങ്കിൽ പിന്നെ എന്തിനെ ക്രിസ്തുവിനെ പോലെ നിങ്ങൾ എന്നെ കാണുന്നു? ക്രിസ്തുവാണ് ക്രൂശിൽ മരിച്ചത്, ഞാനല്ല. പക്ഷെ നിങ്ങളുടെ വിചാരം, നിങ്ങൾ ഈ ഫാൻ അസോസിയേഷൻകാർ ചെയ്യുന്നത് ഞാനാണ് ക്രിസ്തുവിൻ്റെ റോൾ ഏറ്റെടുത്തത് പോലെ നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. അത് എവിടുത്തെ ന്യായമാണ് എന്നുള്ളതാണ് പൗലോസ് ചോദിക്കുന്നത്. വൈ ഹാവ് യു റീപ്ലേസ്ഡ് ക്രൈസ്റ്റ് വിത്ത് അസ്? ക്രിസ്തുവിനെ മാറ്റി നിർത്തി എന്തിനെ ഞങ്ങളെ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. തേർഡ്, വെർ യു ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് പോൾ? പൗലോസിൻ്റെ നാമത്തിലാണ് നിങ്ങൾ സ്നാനം ഏറ്റത്. എന്ന് വെച്ചാൽ സ്നാനപ്പെട്ടപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് സ്നാനം ഏറ്റത്, അല്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നിങ്ങൾ ഈ ത്രിയേക ദൈവത്തോടാണ് നിങ്ങളുടെ കൂറിനെ ഡിഫൈൻ ചെയ്തത്. ഞങ്ങൾക്ക് കൂറ് ലഭിക്കുവാൻ ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? വൈ ഡു യു ബിഹേവ് ആസ് ദോ യു ഷോ യുവർ അൾട്ടിമേറ്റ് അലീജിയൻസ് ടു അസ്? വളരെ ആഴമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ടൈറ്റിൽ കംസ് ഹിയർ, സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ റീക്രിയേറ്റിംഗ് യൂണിറ്റി. നഷ്ടപ്പെട്ടു പോയ ഐക്യത്തെ തിരികെ കൊണ്ടുവരുവാൻ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള പരിഹാര മാർഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി 11ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാം, ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഓക്കെ, സഹോദരന്മാരെന്നുള്ളതും മലയാളത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഇംഗ്ലീഷ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ മൈ ബ്രദേഴ്സ് എന്നാണ് വന്നിരിക്കുന്നത്. 1 Corinthians 1:11 മൈ ബ്രദേഴ്സ്. പൗലോസ് കൊരിന്ത്യ ആൾക്കാരെ 10ാമത്തെ വാക്യത്തിലും 11ാമത്തെ വാക്യത്തിലും സഹോദരന്മാരെന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് താനിത് 2 തവണ പറയുന്നത്? He wants to drive the fact that his identity to God is same as theirs to God. ഇവരെങ്ങനെയാണ് പൗലോസിനെയും അപ്പൊല്ലോസിനെയും കേഫാവിനെയും കാണുന്നത്? ദൈവം കഴിഞ്ഞ അടുത്ത ആൾ ഇവർ. പക്ഷെ പൗലോസ് ഇവരെ സഹോദരന്മാരെന്ന് വിളിക്കുന്നതിലൂടെ പൗലോസ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? വി ആർ ഓൾ സെയിം. നിങ്ങൾ ഞങ്ങളെ ശ്രേഷ്ഠന്മാരായിട്ട് ആക്കി വെച്ചിരിക്കുക, പക്ഷെ ഞങ്ങൾ ശ്രേഷ്ഠരല്ല. വി ആർ ലൈക്ക് യു. ഞങ്ങൾക്ക് നിങ്ങൾക്കും സാഹോദര്യമുണ്ട്. വാട്ട് ഇസ് ദാറ്റ് മീനിങ്? ദോസ് ഹു അഡോർ Paul must understand that Paul was called in relation to Christ, just as the believers are called in relation to God. 1-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളും നോക്കിയേ. പൗലോസിനെ ആരാ വിളിച്ചത്? ദൈവ ഇഷ്ടത്താൽ ഇവരെ പൗലോസിനെ വിളിച്ചു. ദൈവം പൗലോസിനെ ദൈവ ഇഷ്ടത്താൽ വിളിച്ചു. ഇനി ഈ 2-ാമത്തെ വാക്യത്തിൽ ഈ വിശുദ്ധന്മാരെ ആരാണ് വിളിച്ചത്? ദൈവം. പൗലോസിനെയും വിളിച്ചത് ദൈവം, ഈ വിശ്വാസികളെയും വിളിച്ചത് ആരാ?
ദൈവം. അപ്പോൾ വിളിയുടെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ശരിയാണ്, പൗലോസ് അപ്പോസ്തലനാണ്. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കിയാൽ പൗലോസ് ക്രിസ്തുവിനെ അനുകരിക്കേണ്ട ഒരാളാണ്. അതാണ് 11-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കണം. അപ്പോൾ പൗലോസും ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരാളാണ്, ഇവരും അത് തന്നെ ചെയ്യാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സോ ഫണ്ടമെൻ്റലി ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ് പൗലോസ് ഇവരോട് പറയുന്നത്, ബ്രദേഴ്സ് എന്ന് വിളിക്കുന്നതിലൂടെ. അല്ലാതെ ചുമ്മാ സഹോദരന്മാരെന്ന് വിളിക്കുന്നതല്ല. നമ്മളിപ്പോൾ കാഷ്വലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ പേര് വിളിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് ബ്രദറെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്. അങ്ങനെയല്ല, ഇവിടെ പൗലോസ് ബ്രദറെ എന്ന് വിളിക്കുമ്പോൾ അത് ഫുൾ അർത്ഥം ഉൾക്കൊണ്ടിട്ടാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഡസ് ഹി സേ ഇൻ 1:3? 1-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, ഗ്രേസ് ആൻഡ് പീസ് ടു യു ഫ്രം ഗോഡ് അവർ ഫാദർ. നമ്മുടെ പിതാവെന്ന് അവിടെ പറയുന്നത് യാദർശികമല്ല, അതിനും ഒരു പർപ്പസ് ഉണ്ട്. See, the greeting is so important that you can't just miss out these subtle details in the story, in this passage. പൗലോസിനും ഈ വിശ്വാസികൾക്കും ഒരു പിതാവേ ഉള്ളൂ. ഇവർ സഹോദരന്മാരാണ്. ഇവരുടെ ദൗത്യം ക്രിസ്തുവിനെ അനുകരിക്കാനുള്ളതാണ്. സോ ദേ ആർ നോട്ട് ഡിഫറെൻറ്റ്, ദേ ആർ ദ സെയിം. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഐക്യം താനെ വന്നു. രണ്ടാമതായിട്ട്, Paul presents a few facts that they need to remember and agree in order to be united in mind and judgment. മാനസികമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരു ഐക്യം ഉണ്ടാകുവാൻ ഇവർ ചില കാര്യങ്ങൾ ഓർക്കണം. ആ കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്പർ 1, the centrality of Jesus in their faith, not human eloquence or wisdom. വാക്ചാതുര്യമോ ജ്ഞാനമോ അല്ല, അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം ക്രിസ്തു എന്ന വ്യക്തിയാണ്. സെക്കൻഡ്ലി, the valuing of the work of the Spirit over human outward appearance in regarding one's salvation. ഒരു വ്യക്തിയുടെ രക്ഷയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ കഴിവിനേക്കാൾ അപ്പുറമായിട്ട് ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് മൂല്യം കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമതായിട്ട്, those who taught the scriptures and baptized them should not take superior status than Christ. അവരെ രക്ഷയിലേക്ക് നയിച്ചവർ, വചനം പഠിപ്പിച്ചവർ, സ്നാനപ്പെടുത്തിയവർ ഒരിക്കലും കർത്താവിനേക്കാൾ സ്ഥാനം ഇവർക്കുണ്ടാവാൻ പാടില്ല. നാലാമതായിട്ട്, the body of Christ is one, just as the truth about Jesus' death is one for the church. സഭയ്ക്ക് ക്രിസ്തുവിൻ്റെ മരണം എന്നുള്ള സത്യം ഒന്നേ ഉള്ളൂ എന്നതുപോലെ ഒരു ശരീരമേ ഉള്ളൂ. ഒരു ശരീരത്തിന് പല അംശങ്ങൾ അല്ലെങ്കിൽ പല ഡിവിഷൻസ് എന്നൊന്നുമില്ല. Now, the next thing, their baptism is an outward or is an outworking of the gospel. Therefore, the gospel takes prime importance. അവരെ ആര് സ്നാനപ്പെടുത്തി എന്നുള്ളതല്ല, മറിച്ച് അവർ വിശ്വസിച്ച സുവിശേഷം ബാഹ്യമായിട്ട് പ്രകടമായത് സ്നാനം എന്നുള്ള ഈ കാര്യത്തിലൂടെയാണ്. അപ്പോൾ ആ സുവിശേഷത്തിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, അല്ലാതെ സ്നാനപ്പെടുത്തിയത് ആരാണെന്നുള്ളതല്ല. ദാറ്റ്സ് വെർ ആ പ്രൊസീജിയറിനെ പൗലോസ് കണ്ടം ചെയ്യുന്നില്ല. സ്നാനം എന്നുള്ള കാര്യം വേണ്ടെന്നുള്ളതല്ല, സ്നാനപ്പെടുമ്പോൾ ചെയ്യുന്ന ആളെയല്ല അല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ആളെയല്ല, എന്താണ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ the allegiance towards the triune God matters more than the person who baptized and more than the act itself. ത്രിയേക ദൈവത്തിനോടുള്ള നിങ്ങളുടെ ഏകീഭാവം, അതാണ് സ്നാനം എന്ന കാര്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം. നെക്സ്റ്റ് തിങ്, the cross of Christ has power in itself. There is no deficiency in it that something has to be added to strengthen it. ക്രിസ്തുവിൻ്റെ ക്രൂശിന് അതിൽ തന്നെ ശക്തിയുണ്ട്. 18-ാമത്തെ വാക്യം, യെസ്, ക്രൂശിൻ്റെ വചനത്തിന് ദൈവശക്തിയുണ്ട്. അതിലെന്തെങ്കിലും ഒരു കുറവുമില്ല. അതായത് നമ്മൾക്ക് മാനുഷികമായിട്ട് എന്തെങ്കിലും ഒന്ന് സപ്ലിമെൻറ്റ്സ് കൊടുത്താലേ അതിലൊന്ന് ശക്തിപ്പെടുത്തുള്ളൂ. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് പോലെ അതിന് അങ്ങനെയുള്ള വീക്ക്നെസ് ഒന്നുമില്ല. അത് അതിൽ തന്നെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പോലോസിൻ്റെ വാക്ചാതുര്യം സുവിശേഷത്തിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ടില്ല. പൗലോസിൻ്റെ വാക്ചാതുര്യ കുറവ് സുവിശേഷത്തിൻ്റെ അട്രാക്റ്റീവ്നെസ്സിൽ നിന്നും ഒന്നും കുറച്ചിട്ടുമില്ല.
Nothing adds or removes from the cross. അവസാനമായിട്ട്, the primary job of all ministers is to preach the gospel. എല്ലാ ശുശ്രൂഷകന്മാരുടെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ചില ലെസൺസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. 4 കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ യൂത്ത് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട്, നമ്മളുടെ വിശ്വാസത്തിനോട് കേന്ദ്രമല്ലാത്ത അനേകം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ട്. അതിൽ നമുക്ക് ഒരു വിയോജിപ്പ് ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. There are many non-essential things that are not central to our faith and we can afford to disagree. പക്ഷെ വിശ്വാസികൾ എന്ന നിലയ്ക്ക് ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിൽ നമുക്ക് ഒറ്റ അഭിപ്രായം പാടുള്ളൂ. The same opinion on these things helps us to have a unity that God demands from us. ഈ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറ്റത്തില്ല, ഒറ്റ അഭിപ്രായം പറ്റത്തുള്ളൂ. അങ്ങനെ ഒറ്റ അഭിപ്രായം വരുമ്പോൾ ഐക്യം താനെ വന്നോളും. സോ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വി ഷുഡ് നോ വാട്ട് ഇസ് ബേസിക് ടു അവർ ഫെയ്ത്ത് ഇൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ഹോൾഡ് ഓൺ ടു ഇറ്റ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ എന്താണെന്ന് അറിയുക, അതിനെ മുറുകെ പിടിക്കുക. ക്രിസ്തീയ വിശ്വാസത്തിൽ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് പ്രാധാന്യമുള്ള കാര്യങ്ങൾ അവഗണിക്കരുത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോഴാണ് ഭിന്നത ഉണ്ടാകുന്നത്. അതായത് ഉൾപ്പിറ്റ് ഇവിടെ വെക്കണോ അവിടെ വെക്കണോ, ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു പ്രാധാന്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഇഷ്യൂസിന് പേരിൽ സഭകൾ രണ്ടാവുന്ന കാലഘട്ടമാണിത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്തതായിട്ട്, there are a group of people who don't want to value human means by which Christ nourishes or shepherds his people. ക്രിസ്തു തൻ്റെ ജനത്തെ പരിപാലിക്കാനായിട്ട് അല്ലെങ്കിൽ പോഷിപ്പിക്കുവാനായിട്ട് ചില മനുഷ്യരെ ക്രിസ്തു ഉപയോഗിക്കുന്നുണ്ട്. സുവിശേഷകന്മാർ, മൂപ്പന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്ന ഗണത്തിനെ ദൈവം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ചിലർ ഇങ്ങനെയുള്ളവരെയൊന്നും മൂല്യമുള്ളതായിട്ട് കാണുന്നില്ല, വാല്യൂ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില വ്യക്തികൾ, ഈ പറഞ്ഞ ലിസ്റ്റിൽ ചില വ്യക്തികൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അതുമാത്രമല്ല, മറ്റു ചിലർ ഇങ്ങനെയുള്ള നല്ല ശുശ്രൂഷകന്മാരെ വിഗ്രഹങ്ങളായിട്ട് വെക്കുന്നുണ്ട്. ചിലർ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ളവരെ ഒന്നും വലിയ മൂല്യം കൊടുക്കണ്ട. മറ്റു ചിലർ ഇങ്ങനെയുള്ള ആൾക്കാരെ ഹൈ ആയിട്ട് റിഗാർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കവരെ നോക്കണ്ട. അപ്പോൾ അവർക്ക് ക്രിസ്തുവിനോട് മാത്രമുള്ളൊരു കണക്ഷൻ മതി. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനോട് കണക്ഷൻ ആവുമ്പോൾ പിന്നെ അവർക്കൊരു സഭയോടൊരു പ്രതിബദ്ധത അവർക്ക് ആവശ്യമില്ല. ഞാൻ ഇന്ന സഭയുടെ ആളൊന്നുമല്ല, എനിക്ക് ക്രിസ്തുവിനോട് നേരിട്ടാണ് ബന്ധം എന്നും പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. അതിൽ ചിലർ പറയുന്നത്, ഞാൻ മനുഷ്യരിൽ നിന്നും ഒന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ക്രിസ്തുവിൽ നിന്നും നേരിട്ട് പഠിച്ചോളാം. മീ, ഹോളി സ്പിരിറ്റ്, ബൈബിൾ, ഞാൻ പരിശുദ്ധാത്മാവ്, തിരുവെഴുത്ത്, എനിക്ക് ആരുടെയും കമൻട്രിയോ അല്ലെങ്കിൽ ഒന്നും സഹായം വേണ്ട എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. Such people take so much of pride in all the knowledge they get about Christ from their personal study. അങ്ങനെയുള്ള ചില വ്യക്തികൾ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലെ വചന പഠനത്തിൽ നിന്നും കിട്ടുന്ന അറിവിൽ ഒരുപാട് അഹങ്കരിക്കുന്നവരാണ്. Though prayerful dependence upon God to learn from God is a good thing, there is an element of pride involved in it. പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൽ നിന്നും പ്രാപിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അഹങ്കാരികളാണ്. അത് ഞാൻ മുട്ടിന്മേൽ നിൽക്കുന്നു, ഞാൻ മനുഷ്യരുടെ ആലോചനയൊന്നുമല്ല, വേറെ ഞാൻ എവിടെയും പോയി പഠിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് താഴ്മയുടെ വാക്കുകളൊന്നുമല്ല കേട്ടോ, അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ്. ഞാൻ മുട്ടിന്മേൽ നിന്നൊക്കെയാണിത് ചെയ്യുന്നത്. ഒരു സൈഡ് അഹങ്കരിക്കുന്നത് കൂടുതൽ അറിവ് പഠിച്ചിട്ട് കിട്ടിയെന്നുള്ളതിൻ്റെ അഹങ്കാരത്തിൽ നിൽക്കുന്നു. ഒരാൾ ഞാൻ ഇതെല്ലാം സ്വയം പഠിച്ചെന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുന്നു. രണ്ടും അഹങ്കാരം തന്നെയാണ്, വിഷയം വേറെയാണെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പുകഴേണ്ട കാര്യമൊന്നുമില്ല. സോ let not pride be found in us as we attempt to do the right things.
ശരിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ അഹങ്കാരം കയറി വരരുത്. എസ്പെഷ്യലി വി നീഡ് ടു വാല്യൂ ഗോഡ് ഓർഡൈൻഡ് ലീഡേഴ്സ് ഫോർ ഹൂ ദേ ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ആയിരിക്കുന്ന ദൈവ നിയോഗത്തിലായിരിക്കുന്ന നേതാക്കന്മാരെ ആ രീതിയിൽ തന്നെ കണ്ട് അവർക്ക് അതിനുള്ള മൂല്യം കൊടുക്കണം. ഒരാൾ പരാജയപ്പെട്ടു എന്നും കരുതി എല്ലാവരും അതേപോലെ ആയിരിക്കും എന്നും കരുതി അവരെ താഴെയരുത്. That's the next thing that I just want to give as a lesson. Fourth, this tendency to nullify human means that God ordained is a sinful reaction to the obsession that people have for the means that God has kept. ദൈവം നിയോഗിച്ചിരിക്കുന്ന ആൾക്കാരെ എന്താ പറയുക, മൂല്യമില്ലാതാക്കി വെക്കുന്നത്, ഈ ഒരു പ്രവണത, അത് പാപസംബന്ധമായിട്ടുള്ളൊരു പ്രതികരണമാണ്. അത് ചില വ്യക്തികൾ ദൈവമാക്കി വെച്ച ആൾക്കാരെ വിഗ്രഹങ്ങളാക്കുമ്പോൾ അതിനോടുള്ള എക്സ്ട്രീം പ്രതികരണമാണ് ഞാനീ പറഞ്ഞത്. വാട്ട് ഷുഡ് വി ഡു ആസ് ബിലീവേഴ്സ്? ഫോക്കസ് ഓൺ ജീസസ്. ക്രിസ്തുവിൽ നമ്മളുടെ ശ്രദ്ധയെ പതിപ്പിക്കുക. സീ ourselves in connection to how we are related to God in Jesus. എന്നെ ഇന്നയാളാണ് സ്നാനപ്പെടുത്തിയത്, ഇന്നയാളാണ് രക്ഷയിലേക്ക് നയിച്ചതെന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ക്രിസ്തുവിൽ ആരാണെന്നുള്ളതും ഞാൻ ദൈവത്തിനോട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ പ്രൈം ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് ഇൻ ദിസ് വേ വി വിൽ മേക്ക് ബേബി സ്റ്റെപ്സ് ഓഫ് ബീയിങ് ഇൻ വൺ മൈൻഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. നാലാമതായിട്ട്, സ്റ്റോപ്പ് ഗ്ലോറിഫൈയിങ് ദോസ് ഹു പ്രീച്ച് ടു യു. നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നവരെ നിങ്ങൾ മഹത്വം കൊടുക്കാതിരിക്കുക. സ്റ്റോപ്പ് ഫൈൻഡിങ് യുവർ ഐഡൻറ്റിറ്റി ഇൻ ദം ആൻഡ് സ്റ്റോപ്പ് ദിസ് അൺനെസസറി ഫാൻ ഫോളോയിങ്. ഇങ്ങനെ നിങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നിങ്ങൾ ഒരു പ്രാസംഗികൻ്റെ അടുത്ത് നിങ്ങളെ തന്നെ കണക്ട് ചെയ്യരുത്. അതുമാത്രമല്ല, ഈ അമിതമായിട്ടുള്ള ഈ വീരാരാധനയും തെറ്റാണ്, അത് ചെയ്യരുത്. ദാറ്റ് ഇസ് ഐഡൽ വേർഷിപ്പ്. ഇത് വിഗ്രഹാരാധനയാണ്. ഒരു ജീവനില്ലാത്ത വിഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ആര് നിൽക്കുന്നത്? കേവലം ഒരു മനുഷ്യൻ. അത് വിഗ്രഹം തന്നെയാണ്. And you know what happens when you keep that person there? You are knocking out Jesus, you are kicking him out from where he belongs. ഈ സഭയുടെ നാഥൻ യേശു ക്രിസ്തു ആണെങ്കിൽ ആ നാഥൻ്റെ കീഴിൽ നിൽക്കാനാണ് പ്രാസംഗികരോടുള്ള ദൈവത്തിൻ്റെ ഹിതം. പക്ഷേ മനുഷ്യരെന്താ ആക്കി വെക്കുന്നത്? യേശുവിനെ മാറ്റി നിർത്തി യേശുവിനെ പ്രസംഗിക്കുന്നവരെ യേശുവിനേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നു. ദാറ്റ്സ് ഐഡൽ വർഷിപ്പ്. മഹാകവി KV സൈമൺ സാറും എം പി ചെറിയൻ സാറും TK ശ്യാമൽ സാറും എല്ലാം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ അവരെല്ലാം ദൈവം ആക്കി വെച്ച ദൈവദാസന്മാരാണ്. പക്ഷേ ഇന്ന് പല വ്യക്തികളും അവരുടെ മാതൃക കണ്ടെത്തുന്നത് ഇവരെ പോലുള്ള ആൾക്കാരില്ല, അല്ലെങ്കിൽ അവരുടെ അഡ്രസ് കണ്ടെത്തുന്നത് ഇതുപോലുള്ള ആൾക്കാരില്ല. ദാറ്റ്സ് റോങ്, ആബ്സല്യൂട്ട്ലി റോങ്. ബിക്കോസ് ദേ ആർ ഓൾസോ മെൻ. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. വേറൊരു നൂറ്റാണ്ടിൽ ജീവിച്ചു എന്നുള്ളതിലപ്പുറം ദൈവത്തിൻ്റെ മുമ്പിൽ അവർക്കും നമ്മൾക്കും യാതൊരു വ്യത്യാസവുമില്ല. അവർ മൂലം ഈ പ്രസ്ഥാനം ഇത്രയും വളർന്നു. പക്ഷേ ഈ പ്രസ്ഥാനത്തിൻ്റെ നാഥൻ KV സൈമൺ സാറല്ല, ഇറ്റ്സ് ജീസസ്. യേശു ക്രിസ്തുവിൽ മാത്രമേ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കാവൂ. ചില സഭകൾ ഞാൻ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ചില സഭകളിൽ ഓരോ പ്രദേശങ്ങളിൽ ആ പ്രദേശത്തിൻ്റെ അടുത്ത് പ്രസിദ്ധനായ പാട്ടുകാരൻ എഴുതിയ പാട്ടുകൾ മാത്രമേ ആ പ്രദേശത്തിൽ പാടത്തുള്ളൂ, ആ സഭകളിൽ പാടത്തുള്ളൂ. അതങ്ങനെയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രവണത ഞാൻ കണ്ടിട്ടില്ല. കാരണം ആലുവയുടെ പ്രദേശത്ത് പ്രസിദ്ധനായുള്ളൊരു പാട്ടുകാരൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ കാണുന്നുണ്ട്, പാട്ട് പാടുന്നതുമുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞതുണ്ട്, പുതിയ ആൾക്കാരുടെ പാട്ടുകളൊന്നും പാടത്തേയില്ല. സത്യസമായിട്ട് നല്ല പാട്ടുകൾ എത്ര വന്നാലും പുതിയ പാട്ടുകൾ പാടത്തില്ല. ഞങ്ങൾക്ക് പഴയ പാട്ടുകൾ മതി. ദാറ്റ്സ് ഐഡൽ വർഷിപ്പ്. ഇപ്പോൾ കൊരിന്ത്യയിലെ സഭയുടെ പശ്ചാത്തലത്തിൽ പ്രസംഗിക്കുന്നവരാണ് വിഗ്രഹങ്ങളായതെങ്കിൽ, നമ്മുടെ ഇടയിൽ ബ്രദറും പിതാക്കന്മാരും പാട്ടെഴുത്തുകാരുമായിരിക്കും
വിഗ്രഹങ്ങൾ. വളരെയധികം നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആരെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്? പാട്ട് എഴുതിയ ആളുടെ പ്രാവീണ്യത്തെയാണോ അതോ ആരെപ്പറ്റിയാണ് എഴുതിയത്? നമ്മൾ പലപ്പോഴും ആ ഭാഷയിലാണ് ഇങ്ങനെ മതിമറന്നു പോകുന്നത്. പക്ഷെ ആ പാട്ട് ആരെപ്പറ്റിയാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ദൈവം നമ്മളെല്ലാവരെയും കൂടുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.